നമസ്കാരം. മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് മറുപടിയുമായി മുംബൈയിലെ സലൂൺ ഉടമ ലൂസി. സന്ദീപ് വാര്യരുടേത് അപവാദ പ്രചാരണമാണെന്ന് ലൂസി പറയുന്നു. കുട്ടികളെയോ അവരോടൊപ്പം വന്ന യുവാവിനെയോ നേരത്തെ അറിയില്ലെന്നും സലൂൺ ഉടമ ചാനലുകളോട് പ്രതികരിച്ചു. ഇതുവരെ തനിക്കും ഭർത്താവിനുമെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. തെളിവ് കാണിക്കാൻ വെല്ലുവിളിക്കുന്നു. ഇടക്കാലത്ത് കടയടച്ചിട്ടത് നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ്, അല്ലാതെ ആരും പൂട്ടിച്ചിട്ടില്ലെന്നും ലൂസി വ്യക്തമാക്കി. പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടിരുന്നു. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം തുടങ്ങിയതെന്ന് അന്വേഷിക്കണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു ലൂസി പറഞ്ഞത്. പ്രശസ്തിക്ക് വേണ്ടി എന്തൊക്കെ വേണമെങ്കിലും പറയാമെന്നതാണ്. തെളിവുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ കാണിക്കട്ടെ. അയാൾക്ക് പ്രശസ്തി വേണമായിരിക്കും, എനിക്കത് വേണ്ട. എന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. 10 വർഷം ജെൻസ് ബാർബർ ഷോപ്പായി പ്രവർത്തിച്ച സ്ഥാപനമാണ് ഞങ്ങളുടേത്. സ്ത്രീകൾ സ്റ്റാഫായി പോലും ഇല്ലായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ആയപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് സലൂൺ പേര് മാറ്റി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സ്പാ എന്നൊരു വാക്ക് അതിലെവിടെയുമില്ല. ലോറിയൽ കമ്പനിയുമായി ടൈപ്പ് ചെയ്താണ് ഇത് നടത്തുന്നത്. ഇവിടെ ബോഡി മസാജ് ഒന്നുമില്ല. പല യൂട്യൂബേഴ്സും സ്പാ എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ അയാൾ പറഞ്ഞ മരണപ്പെട്ട കാര്യം, അതൊരു ജിജു എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ്. അറ്റാക്ക് വന്നായിരുന്നു മരിച്ചത്. അയാൾ ഇവിടെയുള്ള ആളാണ്, ഗീതാനഗറിലുള്ള ആളാണ്. അമ്മയും അനിയനുമുണ്ട്. അവർ വന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടാണ് ബോഡി കൊണ്ടുപോയത്. ഇവിടെ മാനേജറായി ജോലി ചെയ്യുന്ന ആളായിരുന്നു. കോവിഡിന് 1.5 വർഷം മുൻപാണ് ഈ സലൂൺ തുടങ്ങിയത്. അതിനു മുൻപ് ഇവിടെ റെയ്ഡ് നടന്നിട്ടില്ല. ആണുകൾ മാത്രമുള്ള ഇവിടെ എന്തിനു റെയ്ഡ് നടക്കണം? പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനുമായി ഒരു പരിചയവുമില്ല. പേപ്പറിലാണ് അയാളുടെ മുഖം കാണുന്നത് തന്നെ. പിറ്റേ ദിവസമാണ് ഇവരുടെ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. ആ പെൺകുട്ടികൾ പറയുന്നത് ഇവിടുത്തെ ജോലിക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. ഞാൻ തിരക്കായതുകൊണ്ട് വേറെ ഒരു മലയാളി പെൺകുട്ടിയെ വിട്ടു. പക്ഷേ എന്നിട്ടും ഇവരെ തിരക്ക് കൂട്ടുകയാണ്. വേഗം വാഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഇതുവരെ ഞങ്ങളുടെ പേരിൽ ഒരു കേസ് പോലുമില്ല. ഉണ്ടെന്ന് പറഞ്ഞവർ അത് തെളിയിക്കണം. ആ ആരോപണത്തെ താൻ വെല്ലുവിളിക്കുകയാണെന്നും ലൂസി പറയുന്നു. അതേസമയം ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിലിട്ട കുറിപ്പിലും താൻ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നു. മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് താൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സന്ദീപ് വാര്യരുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മുംബൈയിലെ പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് പാർലർ നടത്തിയിരുന്ന ശിവസേനക്കാരൻ പ്രിൻസ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് 24 ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ കേസ് കൊടുക്കട്ടെ. മാധ്യമങ്ങളോട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ്. ആദ്യം മീഡിയ വണ്ണിനോട് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ കോൾ വന്നെന്നും താനത് കണ്ടെന്നുമൊക്കെ പറഞ്ഞ പ്രിൻസിന്റെ ഭാര്യ പിന്നീട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്ന് മറ്റ് ചാനലുകളോട് പറഞ്ഞു. മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെയുണ്ടോ എന്ന് താഴെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന നുണയാണ് പ്രിൻസ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെന്ന് മാത്രമേ പ്രിൻസ് പറയുന്നുള്ളൂ. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം, അക്കാലത്ത് അത് വാർത്തയായിരുന്നോ എന്ന കാര്യം, ഇതിലൊന്നും പ്രിൻസിന് വിശദീകരണമില്ല. മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പ്.